നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ. ടർബോയുടെ പോസ്റ്ററുകളാണ് ഈ അടുത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോയുടെ പോസ്റ്ററുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പോസ്റ്ററുകൾ ഇറക്കുമ്പോഴും ആരാധകർക്ക് കട്ട ആരാധകനെ കൂടി വരികയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമ കാണാനുള്ള പ്രേക്ഷകർക്കുള്ള ഒരു ആകാംക്ഷ. ഈ ഒരു സിനിമയുടെ പോസ്റ്റർ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇത്ര നാളും കണ്ടിട്ടുള്ള മമ്മൂട്ടിയുടെ ലുക്കല്ല. കാരണം അത് പറ്റടിച്ചിട്ടുള്ള മുടി, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷർട്ടുകളും ഇങ്ങനെ കൈയൊക്കെ മടക്കി വെച്ചിട്ടുള്ള ഒരു മസിലൊക്കെ കാണിച്ചിട്ടുള്ള ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മമ്മൂട്ടിനെയാണ് ഓരോ പോസ്റ്ററുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാനുള്ള ആ ഒരു ഒറ്റ പോസ്റ്റർ മാത്രം മതി എത്രത്തോളം പ്രതീക്ഷ കൂട്ടാൻ കഴിയും അത് അത്രത്തോളം ആ സിനിമ പോസ്റ്ററിൽ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് വൈശാഖാണ്. നമുക്കറിയാം വൈശാഖ് എന്ന് പറയുന്ന സിനിമയാണ്. വൈശാഖിൻ്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മമ്മൂട്ടിയുടെ ആദ്യമായിട്ടുള്ള എടുത്തുള്ള സിനിമയാണ് പോക്കിരി രാജ എന്ന് പറയുന്നത്. പൃഥ്വിരാജും മമ്മൂട്ടിയും കൂടി അഭിനയിച്ചിട്ടുള്ള പോക്കിരി രാജ ഇറങ്ങി അന്ന് തന്നെ കോളിളക്കം പോലെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് പോക്കിരി രാജ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗെറ്റപ്പിലാണ് മമ്മൂട്ടി പോക്കിരി രാജയിൽ വന്നത്. വെള്ള ഷർട്ടും വെള്ള മുണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ കൂട്ടി കലക്കിയിട്ട് ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു പോക്കിരി രാജ. ഇറങ്ങി അന്ന് ആ ഒരു സമയത്ത് നല്ലൊരു കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു പോക്കിരി രാജ. പിന്നെ വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ് മധുരരാജ. 100 കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നിന്നും കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് മധുരരാജ. അതിൽ വളരെയധികം കോമഡിയിലും വളരെയധികം ഫൈറ്റിലൊക്കെ മുന്നിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു മധുരരാജ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് കഥയും തിരക്കഥയും എഴുതിയിട്ട് വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. ജോസജ എന്ന് പറയുന്ന ഒരു ഇതിലാണ് ടർബോയിൽ കഥാപാത്രം ചെയ്യാൻ പോകുന്നത്. ജീപ്പ് ഓടിക്കുന്ന ജീപ്പ് ഡ്രൈവറായിട്ടാണ് കഥാപാത്രമായിട്ട് എത്താൻ പോകുന്നത് മമ്മൂട്ടിയുടെ 2023-24 വളരെ ഭാഗ്യം പിടിച്ചിട്ടുള്ള ഭാഗ്യമായിട്ടുള്ള ഒരു സമയമാണെന്ന് പറയാം. കാരണം തുടർന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് മമ്മൂട്ടിക്ക്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ടർബോ എന്ന് പറയുന്ന സിനിമ ഇനി വളരെയേറെ ഹിറ്റ് അടിക്കാൻ പോകുന്ന ഒരു ടോപ്പ് സിനിമയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. എന്തായാലും സിനിമ ഇറങ്ങാൻ പോകുന്നത് മെയ് മാസം 23-നാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വേൾഡ് വൈഡായിട്ട്. സിനിമ ഇറങ്ങാൻ പോകുന്ന അധികം നാളുകളില്ലെങ്കിലും കൂടിയിട്ട് സിനിമയുടെ ട്രെയിലറും ടീസറും ഒന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എല്ലാം വളരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ ഈ ഒരു ടർബോ എന്ന് പറയുന്ന സിനിമ വളരെയേറെ പ്രതീക്ഷകൾ കൂടുതലായിട്ട് ആരാധകർക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സിനിമ 100 അല്ല 200 അല്ല 300 കോടി അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. എന്തായാലും മമ്മൂട്ടിക്ക് തുടർന്ന് നല്ലൊരു വിജയമാവട്ടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും. അപ്പോൾ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യും. എന്തായാലും ഇറങ്ങിയിട്ടുള്ള എല്ലാ പോസ്റ്ററുകളും സിനിമ സൂപ്പർ ഹിറ്റ് ആക്കാനുള്ള എല്ലാ ചാൻസും പോസ്റ്ററുകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഈ സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ടിക്കറ്റുകൾ എന്തായാലും ബോക്സ് ഓഫീസ് അടിച്ചു പൊട്ടിക്കാൻ പോവുകയാണ്. അത് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ തന്നെ ടിക്കറ്റുകൾ വേൾഡ് റെക്കോർഡായിട്ട് ഈ സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയല്ല, എന്തായാലും ഉറപ്പാണ്. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളിലൊരു സിനിമയാവട്ടെ ടർബോ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.